എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ സ്കൂളൊക്കെ അടച്ചു. ഇനിയിപ്പോൾ നമ്മൾ ഈ അടുക്കളയിലിരുന്നുള്ള പരിപാടിയൊന്നുമല്ല. ഇനി നമ്മൾ അത്യാവശ്യം പുറത്തൂടെ പോയുള്ള യാത്രകളും ചെറിയ ചെറിയ വിശേഷങ്ങളും ഒക്കെ നമുക്ക് കാണാം. നമ്മുടെ ശബരിമല എയർപോർട്ട് വരുന്ന സ്ഥലമൊക്കെ ഒന്ന് കാണാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പം ചെറുവള്ളി എസ്റ്റേറ്റ് ഒരു 5 മണി സമയമൊക്കെ ആയതുകൊണ്ടാണ് ഇച്ചിരി ഇരുളിമയൊക്കെയാണ്, മഴയൊക്കെ കഴിഞ്ഞിട്ട്. അപ്പം നമുക്ക് പോകുന്ന വഴിക്ക് അവിടെ ഒരു ക്ഷേത്രമൊക്കെ ഉണ്ട്. അപ്പം അവിടുത്തെ കുഞ്ഞു കുഞ്ഞു കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ നമുക്കൊന്ന് കാണാവേ. നമ്മൾ പോകാത്തതും കാണാത്തതുമായ ഒരു വഴിയാട്ടോ. അപ്പം നമുക്ക് പയ്യെ യാത്ര തിരിക്കാം. ആണോ? ഇങ്ങോട്ട് നോക്കാം, ഇങ്ങോട്ട് നോക്കിയിരുന്നു പറ. ഏതായാലും നമ്മൾ ഉച്ച കഴിഞ്ഞ സമയത്ത് ഇറങ്ങിയത്. ഒരു 3 മണി 3:30 ആയപ്പോൾ നല്ല മഴയും കറക്റ്റ് സമയമാണ്. ഏതായാലും ഇത് ഭയങ്കര കട്ടറായ റോഡാണ്. അപ്പോൾ ഭയങ്കരമായിട്ട് വണ്ടി കുലുങ്ങുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ വീഡിയോയ്ക്കൊരു 2 സൈഡും ഇതെന്താ 100 ഏക്കറാണ്, 2000 ഏക്കർ. 2000 ഏക്കറിനകത്തൂടെയുള്ള ആണ് നമ്മളിപ്പോൾ ഈ പോകുന്നത് കേട്ടോ. ഈ വഴി നേരെ എങ്ങോട്ടാ? കാഞ്ഞിരപ്പള്ളി. ആ, ഇത് ചെറിയ വഴിയാണ് എങ്കിലും ഇതിനെ പോയി കഴിഞ്ഞാൽ എരുമേലിക്കും പോകാം, കാഞ്ഞിരപ്പള്ളിക്ക് പോകാം. അങ്ങോട്ടൊക്കെയുള്ള ഷോർട്ടാണ് കേട്ടോ ഈ വഴി. ഇപ്പോൾ കുറേ സ്ഥലങ്ങൾ എനിക്ക് തോന്നുന്നു ഇതിനകത്തൂടെ ആൾ താമസം ഇല്ലാത്ത കുറേ സ്ഥലങ്ങളായി എസ്റ്റേറ്റ് മേഖല. അല്ല, അങ്ങോട്ട് ചെല്ലുമ്പോൾ ഇതിനകത്ത് പണിയുന്നുണ്ട്, ലയങ്ങളുണ്ട്. പ്രൈവറ്റ് എസ്റ്റേറ്റ് ആണോ എന്ന് ചോദിച്ചാൽ ഇത് മറ്റേ വലിയ വന്യമൃഗമൊന്നും ഇല്ലടാ ഇതിനകത്ത്. ഇനി ഇവിടെയാണ് നമ്മുടെ എന്താ പറയുക, ശബരിമല ഇന്റർനാഷണൽ എയർപോർട്ട് വരാൻ പോകുന്നു. പ്രതീക്ഷയോടെ റാന്നിക്കാരും പത്തനംതിട്ടക്കാരും ഒക്കെ കാത്തിരിക്കുന്നു. വരുവോ ഇല്ലയോ. നമുക്ക് പിന്നെ വന്നു കഴിഞ്ഞാൽ അധികം പണിയൊന്നുമില്ല, കണ്ടില്ലേ? എല്ലാം അവിടെ JCB വരുന്നു, ഇടിച്ച് ലെവൽ ചെയ്യുന്നു. അതല്ല, നമുക്ക് വീടിന്റെ മണ്ടയിൽ നമ്മള് മണ്ടയിലത്തെ നിലയെ വന്ന് ചാടുന്നു ഫ്ലൈറ്റില്. ഫില്ലിംഗ് ഒക്കെ കുറവുണ്ടല്ലോ, എല്ലാം ലെവൽ ചെയ്തെടുത്താൽ മതി. ശബരിമല ഇന്റർനാഷണൽ എയർപോർട്ട് വരുമെന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ മുന്നോട്ട് നടത്തം തുടരുകയാണ്. മിക്കവാറും നടക്കുകയേ ഉള്ളൂ. അതാണ് ഒരു ചെറിയ അമ്പലം. ഒരു ചെറിയ അമ്പലം ഇവിടുന്ന്. പ്ലാന്റേഷൻ ഒക്കെ ഉണ്ട് ഇടയ്ക്ക്. ഇതുണ്ട് ലയങ്ങള്. ഇതാണ് ഇവിടുത്തെ ആളുകൾ താമസിക്കുന്ന ലയങ്ങളാണ് തോന്നുന്നത്. പശു, ആടുപട്ടിയും കോഴിയും ഇതുണ്ട്. ചെറിയ ചെറിയ വീടുകളാ, ലയങ്ങളാട്ടോ ഇത്. ഇവിടെ കണക്ഷൻസ് ഇല്ലാതിരിക്കും. അതെ, അത് കണ്ടോ, അതെല്ലാം ലയങ്ങളാട്ടോ. ഇങ്ങോട്ടൊക്കെ ആള് താമസമുണ്ട്. ഇതെല്ലാം എസ്റ്റേറ്റിലെ ജോലിക്കാരാണ് തോന്നുന്നു താമസിക്കുന്നത്. പശു, അത് മുസ്ലിം പള്ളിയാണ്. അതെല്ലാം പോകുന്ന ഇതിലെ പോകുമ്പം ഹെലികോപ്റ്റർ. അതാണ് ഒരു പള്ളിയുടെ കാര്യം നേരെ പത്രത്തിൽ പറഞ്ഞു. ആ ഒരു പള്ളി, ഒരു മോസ്ക് ആവും. അത് ഇതിൻ്റെ അകത്തുനിന്ന് പോകും, എയർപോർട്ട് വന്നാൽ പോകും. പിന്നെ അങ്ങോട്ട് സ്വല്പം താഴോട്ട് ചെല്ലുമ്പോൾ അവിടെ ഒരു അമ്പലമുണ്ട്, അതും ഇതിൻ്റെ അകത്തെല്ലാം പോകും. നമ്മുടെ ഇവിടെ വലിയ വർക്ക് വരത്തില്ല, വളരെ ലെവലിൽ പോകാം. പക്ഷെ ചിലയിടത്ത് ഭയങ്കര ഫീലിംഗ് വരും. ഇതെന്തോ
കാഴ്ചയ്ക്കൊന്നുമില്ല. രണ്ട് സൈഡും നിറച്ച് റബ്ബർ തോട്ടങ്ങളാണ്, റബ്ബർ മരങ്ങളോ വെട്ടുന്നൊന്നും ഇല്ലെന്ന് തോന്നുന്നു അല്ലേ. ഇപ്പം നോക്കിയാൽ ഇപ്പം പ്ലാസ്റ്റിക് ഒന്നും ഇട്ടിട്ടില്ല. ചെറിയ മഴയും കുറച്ചൊക്കെ ഇടുന്നു, കുറച്ച് വെട്ടുന്നുണ്ട്. പിന്നെ മഴയും ഇപ്പോൾ ഈ മഴക്കാറും ഇതുണ്ട്. ഇവിടെ ഇഷ്ടം പോലെ പശുക്കളൊക്കെ ഉണ്ട്. ഇതുണ്ട് ഇപ്പം ഇതൊക്കെ ഇവരുടെ ആയിരിക്കും, ഈ എസ്റ്റേറ്റിലെ തൊഴിലാളികളുടെ ആയിരിക്കും പശുക്കളൊക്കെ ഉണ്ടോ. അവർ പശുവിനെയൊക്കെ വളർത്തുന്നതാണെന്ന് തോന്നുന്നു. മരമൊക്കെ റബ്ബറെല്ലാം നിന്നാൽ പശു എത്തുപോകും. ഇവിടെ എല്ലാം വീടുകളൊക്കെ ഉണ്ട്. നോക്കി അതിനകത്തൂടെ ചെറിയ ചെറിയ ലയങ്ങളുണ്ട്. കൈത വെച്ചിട്ടുണ്ട്. അതൊരു കടയാന്ന് തോന്നുന്നു. ഇതൊക്കെ പഴയ കാലത്തെ ഉണ്ടോ സംഭവം. അതിൻ്റെ മേളിൽ ഉണ്ട് വേറൊരു. ഇനി ഇങ്ങോട്ട് ചെറിയ ചെറിയ ഇത് മാസ്റ്റർ ഓഫീസാണ്. എന്തിനാണെന്നറിയത്തില്ല. ചെറുവള്ളി ഡിവിഷൻ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. പഞ്ചതീർത്ഥ പരാശക്തി ദേവസ്ഥാനം ഇരുമേലി വരെ കണ്ടു. ഈ കാണുന്ന എല്ലാം എയർപോർട്ട് വരുമ്പോൾ പോകുന്ന സ്ഥലങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നതെല്ലാം. ഒരു മനുഷ്യക്കുഞ്ഞിനെ പോലും കാണാനില്ല. എല്ലാവരും മഴയായതുകൊണ്ടായിരിക്കും, ഭയങ്കര മഴ. പിന്നെ സന്ധ്യാസമയങ്ങളൊക്കെ ആയതുകൊണ്ടായിരിക്കും ആരെയും കാണാൻ. എല്ലാവരും ജോലിയൊക്കെ കഴിഞ്ഞ്. ഇതാണ് കട്ടർ വഴിയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇപ്പം ഈ കാണുന്നതൊക്കെ വഴിയുള്ളായിരിക്കും. ഇനിയിപ്പോൾ നമ്മൾ ഇതിലെ വരുമ്പോഴത്തേക്ക് എയർപോർട്ട് ഇതുകൊണ്ട് ഭയങ്കര കുഴിയാണ് റോഡിനകത്ത്. ഭയങ്കര കൊയ്യോണ്ട കുഴി, വഴിയുടെ കുഴിയാണ്. ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ മൊത്തം ഇത് എയർപോർട്ടായിട്ട് കാണുന്നു. ഈ വഴിയൊക്കെ കാണുമോയെന്നറിയത്തില്ലല്ലോ ഇതിൽ. ഇത് പിന്നെയും ചെറിയ ചെറിയ ബസ് സ്റ്റോപ്പാണ് തോന്നുന്നു. ഇത് ആളുകളുടെ ലയങ്ങൾ കണ്ടോ. ഇതൊക്കെ ലയങ്ങൾ, ആളുകൾ ഒത്തിരി കുടുംബങ്ങൾ ഒന്നിച്ച് പാർക്കുന്ന സ്ഥലങ്ങളാണ്. ഒന്നല്ല, മൂന്നാലെണ്ണം ഉണ്ട്. അങ്ങ് കാണുന്നതാണ് എരുമേലി. ഇത് തൈയെല്ലാം വെച്ച് ചെറിയ ചെറിയ കൈതയും കാര്യങ്ങളൊക്കെ ആയിട്ട്. മഞ്ഞ് മഴയുടെയാടാ, മഴ പെയ്തതിൻ്റെ മഞ്ഞ്. മേഘങ്ങൾ മൂടിയിരിക്കുക മഴ കാരണം. നീ പറയണ്ട. നീ പറഞ്ഞോ, കുഴപ്പമൊന്നുമില്ല. നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് ആർക്കെങ്കിലും ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയാമെങ്കിൽ പറഞ്ഞു തരട്ടല്ലേ. ഇതെല്ലാം ഭയങ്കരമായിട്ട് കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങളാണ്. വനമല്ല, വന്യമൃഗമൊന്നും കാണില്ല രണ്ട് സൈഡും. ആനയൊന്നും ഉള്ളതല്ല. ഇതുണ്ടോ അങ്ങോട്ടൊക്കെ നോക്കുമ്പോഴുണ്ട്. ഇത് 2500 ഏക്കർ സ്ഥലത്തിന് നമ്മളെ കൊണ്ട് എടുത്താൽ തീരുവല്ലോ. ഇതുണ്ട് ആ കാണുന്ന എല്ലാം ഈ എസ്റ്റേറ്റിൻ്റെ ഭാഗങ്ങളാണ്. ഇത് കുഴിയാണ്, വഴിയിൽ വേറെ കുഴപ്പമൊന്നുമില്ല. ഈ 2500 ഏക്കർ എന്ന് പറയുമ്പോൾ അപ്പം നമ്മളിങ്ങനെ ചെറുവള്ളി എസ്റ്റേറ്റും ഒക്കെ കണ്ട് യാത്രയിലാണ്. എന്ന് പറഞ്ഞാൽ നമ്മളിനിയിപ്പം സ്കൂളൊക്കെ അടച്ചത് കൊണ്ട് എപ്പോഴും നമ്മൾ എന്താ പറയുക, നമ്മൾ വീട്ടിലിരുന്ന കുക്കിങ്ങും കാര്യങ്ങളൊന്നും അല്ല, കുഞ്ഞു യാത്രകൾ, ചെറിയ യാത്രകൾ.
ഒത്തിരി ലോങ് ഒന്നുമല്ല, എന്നാലും നമുക്ക് ചെറിയ ചെറിയ നമ്മുടെ ഈ ചുറ്റുവട്ടവും ചെറിയ ചെറിയ പ്രദേശങ്ങളും ഒക്കെ ആയിട്ട് ഒരു കുഞ്ഞു യാത്രകളൊക്കെ ആയിട്ട് നമുക്ക് ചെറിയ ചെറിയ വീഡിയോസൊക്കെ ഇടാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. പിന്നെ കുക്കിങ്ങും കൂടെ നമ്മൾ കുക്കിങ്ങും ഉണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ഈ പെരയ്ക്കകത്ത് തന്നെയല്ലേ, ഇനിയിപ്പോൾ ഈ സ്കൂൾ അടച്ച് ഈ 2 മാസമല്ലേ നമ്മളൊരു പുറത്തൂടെയൊക്കെ ഒന്ന് ഇറങ്ങുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിക്കുള്ള ചെറിയ ചെറിയ വീഡിയോസൊക്കെ നമുക്ക് അപ്ലോഡ് ചെയ്യാവേ. ഇതിപ്പോൾ നമ്മുടെ ഇവിടുന്ന് വീടിൻ്റെ അടുത്ത് നിന്നൊരു എത്ര കിലോമീറ്റർ ഉണ്ട്? 15 കിലോമീറ്റർ ആണ്. 15 അല്ലെങ്കിൽ 20, അത്രയധികം കൂടുതലൊന്നുമില്ല. നമ്മൾ ഈ എയർപോർട്ട് വരുന്ന നമ്മുടെ ഈ ചെറുവള്ളി എസ്റ്റേറ്റിന് അങ്ങോട്ട് വരാനൊക്കെ ആയിട്ട് ചുമ്മാ വൈകിട്ട് ഇരുന്നപ്പോൾ ഒരു ഔട്ടിങ് യാത്രയൊക്കെ ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങിയതാണ്. അപ്പം എയർപോർട്ട് വരുക, അതുകൊണ്ട് നമ്മുടെ റിച്ചിക്കൂട്ടനൊക്കെ പഠിച്ച് ജോലിയൊക്കെ ആയി വെളിയിലൊക്കെ പോയിച്ച് വന്നേച്ച് നമുക്ക് ഇവിടെ തന്നെ വന്നായിരിക്കും ഇറങ്ങുന്നത് അല്ലേ. അപ്പോൾ അത് കാരണം നല്ല രസമാണ് കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ നമ്മൾ സന്ധ്യാസമയം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇച്ചിരി ഒരു 7 മണിയൊക്കെ, അല്ലെങ്കിൽ കുഴപ്പമില്ല. പിന്നെ റബ്ബർ മാത്രമേ ഉള്ളൂ കാണാനായിട്ട്, വേറെ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും. റബ്ബറും കൈതയും അതാണല്ലോ ഇവിടുത്തെ ഇതിനകത്തെ മെയിൻ എന്ന് പറയുന്നത്. നമുക്ക് വീണ്ടും പോയാൽ ഈ ഇത്രയും മൊത്തമൊന്നും നമ്മളിത് കണ്ടു തീർക്കുകയല്ല. അപ്പം നമുക്ക് ബാക്കിയൊക്കെ അതിൽ നിന്ന് പോയി ബാഡ്മിൻ്റൺ കോട്ടൊക്കെ ഉണ്ട്. ഇതിപ്പോൾ നേരെ ആ കരിമ്പനാകുളം അങ്ങോട്ട് തന്നെ ആടുന്നു. അല്ല, കരിമ്പനാകുളം അല്ല, വേറൊരു വഴിയുണ്ട്. നമ്മൾ അവിടെ അവിടെ ഒരു കോളേജൊക്കെ ഉള്ള അവിടെ ചെറിയ ചെറിയ ഇതുണ്ടോ കൈതയുടെ ഇത് റബ്ബർ വെട്ടിക്കളഞ്ഞിട്ട് കൈത വെച്ചേക്കുന്നതാണ് നന്നായി. അപ്പോൾ ഇനിയിപ്പോൾ ഇത് വനത്തിൽ ഇതിലെ ഇത് എസ്റ്റേറ്റിൻ്റെ ഭാഗങ്ങളാ. ബൈക്കൊക്കെ വരുന്നുണ്ട്. ഇവിടെ ഒരു ബാഡ്മിൻ്റൺ കോർട്ടുണ്ട്. നമ്മൾ അങ്ങോട്ട് പോകുന്നിടത്ത് എവിടാന്നറിയാമോ? നമ്മുടെ സമ്മതിച്ചു, റോയി പീസിൽ ഞാൻ സമ്മതിച്ചു. ഇതാണ് ഇവിടുത്തെ ഒരു ബാഡ്മിൻ്റൺ കോർട്ട്. സബർബൻ. ഇതിന് താളില്ല. ഓ, ഇത് അവിടുത്തെ റാന്നിലേൻ്റെ പകുതിയുടെ പകുതി കണ്ടു. ഒരു കോട്ടയുള്ള റിച്ചുവിന് പിന്നെ റാന്നിയിലെ കോട്ടും അല്ല ഇവിടെ എവിടെയൊക്കെ കോട്ടുണ്ട്, ബാഡ്മിൻ്റൺ കോട്ടുണ്ടെന്നും ആരൊക്കെ എവിടെയൊക്കെ കളിക്കുന്നുണ്ടെന്നും എല്ലാം അറിയാം. അവസാനം വലിയ സ്പോർട്സിന്റെ താരമാവും. അപ്പൊ ഇത് നമ്മള് വീണ്ടും കനകപ്പാലം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വന്നു. വീണ്ടും നമ്മള് ഓടിട്ട വീടുകൾ കുറെ ഉണ്ട്. ഇതെല്ലാം പഴയ ഓടിട്ട വീട് മൊത്തം ഉണ്ട്. പക്ഷെ അത് ഇതൊക്കെ സാധാരണ ആൾക്കാരുടെ സ്ഥലങ്ങളാണ്. ഇതിപ്പോ നമ്മൾ ചെന്ന് അങ്ങോട്ട് ചെന്ന് ചാടുവാം. വേറൊന്നുമില്ലടാ, വേറൊന്നുമില്ലേ? വേറെന്തെങ്കിലും ഉണ്ടെങ്കിൽ മേടിച്ചോണ്ടോ. അത് ഞങ്ങളിങ്ങനെ വന്ന വഴിക്ക് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് വീട്ടിലേക്ക് പോയി. ഏതായാലും സമയം 6 മണിയോളം ഒക്കെ ആയി. ഗിയറിടൽ വണ്ടിക്ക്. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഇവിടെ വണ്ടിക്ക് എത്തിയിട്ടുണ്ട്. അവർ ചായ മേടിക്കാനായിട്ട് പോയതാണ്. അപ്പോൾ ചായ ഒരു ഉഴുന്നോടെയൊക്കെ കഴിച്ചേക്കാം എന്നൊക്കെ ഓർത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണേ. അപ്പോൾ ഇത് അങ്ങനെ നമ്മൾ ശബരിമല എയർപോർട്ട് വരുന്ന സ്ഥലവും ചെറുവള്ളി എസ്റ്റേറ്റും ഒക്കെ കണ്ടു. നമ്മൾ തിരിച്ചു പോകണമെങ്കിൽ കാണാനായിട്ട് ഇറങ്ങി നിന്ന് കാണാനായിട്ട് പ്രത്യേകിച്ചൊന്നും ഇല്ല. പിന്നെ അപ്പം ഇനിയിപ്പം നമ്മൾ അതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് അടുത്ത ഒരു പ്രാവശ്യം പോകുമ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഉൾക്കൊള്ളിച്ച് ഇടാവേ. ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. ചെറിയ ചെറിയ സ്ഥലങ്ങളും നമ്മുടെ ശബരിമല വിമാനത്താവളം വരുന്നതും ഒക്കെയുള്ള ആ സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ടു. അപ്പം നമുക്ക്
വീണ്ടും അതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ നമ്മൾ അടുത്ത ദിവസങ്ങളിലൊക്കെ നമുക്ക് പോകുമ്പോൾ അതും ഇടാം. അപ്പം ഇന്നത്തെ കുഞ്ഞൊരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.